അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ഹായ്, സോ ഞാൻ ഇന്ന് വന്ന് നിൽക്കുന്നത് നമ്മുടെ BB ഹൗസിലെ ഒരു ആൺകുട്ടിയുടെ വീട്ടിലാണ്. അത് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, നമ്മുടെ ജസ്മിൻ ബായുടെ വീട്ടിലാണ് ഞാനിപ്പോൾ പോകാൻ പോകുന്നത്. ഇതൊരു കോളനി പോലെയാണ്, ലൈൻ വീടുകളാണ്, ഒരു 6 വീട് ഒരുമിച്ച് വീടാണ് ഞങ്ങളുടെ വീട്. അവൾ എന്തുണ്ടെങ്കിലും മോത്തോക്കി പറയും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അത് ഇടപെടും. ഒരു കോമണർ തന്നെയാണ് റസ്മിൻ ബായി. ഇവിടുന്ന് പോകുമ്പോൾ ഇവരെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ, വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ലാന്ന്. ഇവിടെ വീട്ടുകളിൽ ഇങ്ങനെ മുറ്റം പോലെ ഒന്നുമില്ല അല്ലെ? നേരെ ഡയറക്റ്റ് ഗബ്രി കുറച്ചും കൂടി റസ്മിന്റെ അടുത്ത് കുറച്ച് ക്ലോസ് ആവാൻ തുടങ്ങി. ബാക്കിയുള്ള കണ്ടൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗബ്രിയുടെ അടുത്ത് കുറച്ച് അധികം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു കോംബോ വർക്കൗട്ട് ആവില്ലല്ലോ. ഗബ്രിയുടെ അടുത്ത് എന്തെങ്കിലും ഒരു ദേഷ്യം എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? അവിടെ എന്ത് വിചാരിക്കുന്നു അത് സാധിച്ചെടുക്കും. അങ്ങനെയാണ്. തീയില് കുർത്ത കൊച്ചാണ് എൻ്റെ. അപ്പൊ ഞാനിങ്ങനെ നടന്നു വന്നപ്പോ ഒരു കുഞ്ഞൊരു റോഡ് ഇട്ടാ, കാറൊന്നും കേറില്ല. അപ്പൊ ഞാനിവിടെ സൈഡിലേക്ക് ഒരു സൈക്കിൾ കിട്ടിയപ്പം അതിലങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. സോ നമുക്ക് അവിടെ പോയിട്ട് എല്ലാവരെയും പരിചയപ്പെടാം. അപ്പൊ എൻ്റെ കൂടെ നിങ്ങളും പോരെ. ഒരു കഷ്ടപ്പാടിന്റെ അവസാനം നമ്മൾ ജസ്മിൻ ബായുടെ വീടിന്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ആകെ ബഹളം നിറച്ച് പിള്ളേർ കൂട്ടങ്ങളാണ്. നിങ്ങൾക്ക് ഈ ചുറ്റുപാട് കണ്ടാൽ തന്നെ അറിയാം. എന്താ പറയാ, ഇത് മൊത്തം ഒരു ഫാമിലി പോലെയാന്ന് തോന്നുന്നു. ഹായ് ചേച്ചി. ഹായ്. നമുക്ക് ജസ്മിൻ ബായുടെ താത്തനെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതെവിടെ പാർക്ക് ചെയ്യാ? ഇത് ഇവിടെ പാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ജസ്മിൻ ബായുടെ താത്ത. ഹായ്. എന്താ പേര്? രഹന. രഹന. ഇതാണല്ലേ വീട്? ഇതാണ് ഞങ്ങളുടെ വീട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നപ്പോ വിചാരിച്ചു, ഇവിടെ ഒരുമാതിരി ഹല്ലി ഏരിയ അല്ലേ? ഇതൊരു കോളനി പോലെയാണ്, ലൈൻ വീടുകളാണ്, ഒരു 6 വീട് ഒരുമിച്ച് ഒരേപോലെ തന്നെയുള്ള വീടാണ് ഞങ്ങളുടെ വീട്. ഇതാണ് അവരുടെ വീട്. അപ്പൊ വീട്ടിൽ എത്ര പേരുണ്ട് മൊത്തം? വീട്ടില് ഞങ്ങള് 3 പിള്ളേരും അമ്മയും വാപ്പയും, ഞങ്ങൾ 5 പേരാണ്. 5 പേര് എല്ലാവരും ഇവിടെ തന്നെ നിൽക്കണം? എല്ലാവരും ഇവിടെ തന്നെ. അപ്പൊ അവിടെ അത് ഞങ്ങളുടെ ബ്രദറിന്റെ വീട്, അതായത് എന്റെ അങ്കിളുടെ വീടാണ്. വീട് അനിയന്റെ വീടാണ്. അനിയന്റെ വീടാണ്. വീട്ടിൽ എത്ര റൂം ഉണ്ട് മൊത്തത്തില്? വീട്ടില് മൊത്തത്തില് 3 റൂമുണ്ട്. മുകളിലായിട്ടാണ് 2 റൂം, ഒരു റൂം ഏറ്റവും മുകളിലുണ്ട്, താഴെ അടുക്കള, സിറ്റ് ഔട്ട്. അതെ. അപ്പൊ നമ്മൾ ആദ്യം വന്നപ്പോ തന്നെ ഒരു കുഞ്ഞി കുട്ടി വീട്. അതാണ് ശരിക്കും കറക്റ്റ് ആയിട്ട് ഒരു കോമണർ തന്നെയാണ് എടുത്തിരിക്കുന്നത് ജസ്മിൻ ബായിന്. അല്ല, കുറെ ആൾക്കാർ പറഞ്ഞില്ലേ കോമണർ എന്ന രീതിക്ക് അല്ല എടുത്തിട്ടുള്ളത് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? അതെ അതെ, കോമണർ തന്നെയാണ് ജസ്മിൻ ബായി. ബിഗ് ബോസ് കാണാറില്ലേ? അപ്പോ പിന്നെ കാണാറുണ്ട്. എങ്ങനെയുണ്ട് മൊത്തത്തില് അവിടെ പോയിട്ട് ജസ്മിൻ ബായിനെ കാണുമ്പോ എന്ത് തോന്നിയേ? ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ആള് നന്നോട്ട് ഗെയിം എല്ലാം കളിക്കുന്നുണ്ട്, നന്നായിട്ട് ആള് നല്ല ഉഷാറാണ്, ഹാപ്പിയാണ്. എവിടെ വീട്? അപ്പുറം താമസിക്കുന്നത്. കാണാറുണ്ടോ ജസ്മിൻ ബായിനെ ബിഗ് ബോസിലെ? എങ്ങനെ ഇഷ്ടാണോ? ഇതെന്താ ഒരു ഓടി പോവാൻ നോക്കുക, പേടിച്ചു തോന്നണ അവര്. ബൈ. ഓക്കെ. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞു നിർത്തിയത്? ജസ്മിൻ ബായിനെ കുറിച്ച് ബിഗ് ബോസില്. അതെ, ആളടിച്ചു പൊളിക്കണല്ലേ. ഇപ്പൊ മെയിൻ ആയിട്ട് ഫസ്റ്റ് വീക്ക് തന്നെ കേറി, അത് കഴിഞ്ഞിട്ട് ഒരു ഫസ്റ്റ് വീക്ക് വലിയ ഇതായി കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പവർ ഹൗസിലോട്ട് കയറുന്നു. പവർ ഹൗസിലോട്ട് കയറുമ്പോ തന്നെ 3 പേരായിട്ടാണല്ലോ ഒരു കയറിയത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒരു എലിമിനേഷനിൽ പോയി. ഇപ്പൊ 2 പേരായിട്ട് മാത്രം നിൽക്കുകയാണ്. അപ്പം ജിൻഡു ചേട്ടനും രശ്മിനും മാത്രമായിട്ട് നിൽക്കണം. അപ്പം ആ ഒരു കോംബോനെ പറ്റിയിട്ട് എന്താ തോന്നുന്നത്? കാരണം എനിക്ക് തോന്നുന്നു കാണുമ്പോൾ ഒരുപാട് ഭയങ്കര ഇങ്ങനെ ഒരു ഇതാവുന്നു. ഒരാൾ ഭയങ്കര ഹൈപ്പറായി നിൽക്കണു, ഒരാൾ ഭയങ്കര ഇതായി നിൽക്കണ പോലെ. റസ്മി ആള് പവർ റൂമിൽ കയറേണ്ട ആള് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് കുറച്ച് നല്ലോണം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ജിൻഡോ ചേട്ടനൊപ്പം. അതെ അതെ, കാരണം പുള്ളിക്കാരൻ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ എനിക്കും തോന്നിയായിരുന്നു. പിന്നെ എന്താണെന്നറിയില്ല, റസ്മി നിൽക്കുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, മാക്സിമം പുള്ളിയായിട്ട് കൺട്രോൾ ചെയ്ത് കൂടെ കൊണ്ടുപോയി നിൽക്കുന്നുണ്ട് ഒരേ അംഗം. അപ്പൊ വീട്ടിൽ അങ്ങനെ തന്നെയാണോ റസ്മിന്? ഇപ്പൊ എന്തെങ്കിലും തല്ലൊക്കെ ഉണ്ടാവുമ്പോ? ഇല്ല, അവൾ എന്തുണ്ടെങ്കിലും മോത്തോക്കി പറയും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അത് ഇടപെടും, അപ്പൊ തന്നെ സോൾവ് ആവും. അങ്ങനെ പിന്നത്തേക്കൊന്നും വെക്കുന്ന അങ്ങനത്തെ ഒരു പ്രോഗ്രാം അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ എനിക്ക് ശരിക്കും ഇത് കണ്ടപ്പോഴേ എന്താ തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ജിൻഡു ചേട്ടനായിട്ട് അടി ഉണ്ടാവുമ്പോൾ കുറെ കേട്ട് നിൽക്കും. പിന്നെ ദേഷ്യം വരുമ്പോൾ അത്ര ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യാണ്ട് ഭയങ്കര ഓക്കെ കൂളാവാൻ ശ്രമിക്കാൻ ഭയങ്കര കൺട്രോൾ ആയിട്ട് നിൽക്കണ പോലെ ഒരാളെ പോലെ തോന്നി. കൺട്രോൾ ചെയ്ത് നിൽക്കുന്നുണ്ട് ആള്. അപ്പം ഇതാണ് എന്റെ ഹസ്ബൻഡ്. ഹായ് ഹായ്. അതെ, ഇതാണ് നമ്മുടെ ജസ്മിൻ ബായുടെ എന്നുള്ള പേര്? അളിയൻ. അളിയൻ ജീജു എന്ന് വിളിക്കാം. ഇതാരാ? ഇതെന്താ പിണക്കത്തിലാ? നാണാണ്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്താ പറയണേ ജസ്മിൻ ബായുടെ കണ്ടിട്ട്? എല്ലാരും നല്ല അഭിപ്രായമാണ്. അതെ. അപ്പൊ ഇവിടുന്ന് പോകുമ്പോ മുന്നേ തന്നെ ഇവരെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ?
നമുക്ക് എനിക്കും അറിയില്ലായിരുന്നു ഇങ്ങനൊരു സംഭവം. മീൻസ് അങ്ങനെയല്ല, സെലക്ട് ആയി കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. അതെ, അപ്പൊ ഓഡീഷന് പറഞ്ഞിരുന്നു ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ആരോടും പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അങ്ങനെ വീട്ടില് പോലും പറഞ്ഞിട്ടില്ലാന്ന്. വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഉമ്മയുടെ അടുത്തും ഇതിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഓഡിഷന് എല്ലാം ഉമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ കൊടുക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു. പിന്നെ സെലക്ട് ആയപ്പോഴും പറഞ്ഞു പുള്ളിക്കാരത്തി, കാരണം അത് സീക്രട്ട് ആയിട്ട് വെക്കണ കാര്യം. അപ്പൊ ഇവരോട് ആരോടൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. നാട്ടുകാരൊക്കെ ഫുൾ ഷോക്ക് ആയി ഉണ്ടാവും ശരിക്കും. അല്ല, ഇവിടെ പ്രൊമോന് വന്നപ്പോഴാണ് ഇവരെല്ലാരും അറിയുന്നത് തന്നെ. അതെ, കഴിഞ്ഞ സീസൺ മുതലാണ് കോമണറെ കൊണ്ടുവരാന്നുള്ളൊരു സംഭവം വന്നത്. അപ്പൊ അപ്പോഴായാലും അധികം കാലം പോയിട്ടില്ല. അപ്പം ഫസ്റ്റ് വീക്ക് തന്നെ ഔട്ട് ആവുക. ഇപ്പം പിന്നെ ഇതിൽ 2 കോമണർ കയറിയാലും നമ്മുടെ പോയി. ഇപ്പം രശ്മിനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു ഡ്യൂറേഷനിൽ നിൽക്കുന്ന ഒരു ഏക കോമണർ എന്ന് പറയുന്ന ഒരാള്. സോ ഇവിടുന്ന് പോകുമ്പോഴേ പ്രതീക്ഷിച്ചായിരുന്നു അവള് കുറച്ചധികം കാലം അവിടെ നിൽക്കുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു നിങ്ങക്ക്? നിക്കണോന്ന് പറഞ്ഞ് അവള് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അവിടെ നിക്കാനായിട്ട്. അതെ, ഇവിടുന്ന് പോകുമ്പോ എന്ത് പറഞ്ഞിട്ടാ പോയത്? എത്ര ദിവസം നിൽക്കും ഞാൻ പറഞ്ഞിട്ടാ പോയേ? അവള് ഞങ്ങള് മാക്സിമം 100 ദിവസം തന്നെ നിക്കാന്നുള്ള പ്രതീക്ഷയിലാണ് പോയത്. ആ ഉറപ്പ് നിങ്ങൾക്കും ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ വീട്ടുകളിൽ ഇങ്ങനെ മുറ്റം പോലെ ഒന്നുമില്ല അല്ലെ? നേരെ ഡയറക്റ്റ് വീടുകളൊക്കെയാണ്. ഇത് ആക്ച്വലി വീട് തന്നെയാണോ? അതെ, വീട് തന്നെയാണ്. എല്ലാം വീടുകളാണ്. പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? ഇല്ല നമ്മളുടെ ഇപ്പൊ ഭയങ്കര ഒരു തരംഗം പോലെ നിൽക്കുന്ന ഒരു കോംബോ ആയിരുന്നു ജാസ്മിൻ ഗബ്രി കോംബോ. അത് പിന്നെ അവിടുന്ന് എന്തൊക്കെയോ വീട്ടിൽ നിന്ന് വിളിച്ച് അങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂസ് ആയിട്ട് അവർ തമ്മിലൊരു ഡിസ്റ്റൻസ് വന്നല്ലോ. അപ്പം അതിനുശേഷം പിന്നീട് ഗബ്രി കുറച്ചും കൂടി രശ്മിന്റെ അടുത്ത് കുറച്ച് ക്ലോസ് ആവാൻ തുടങ്ങി, വെച്ചാൽ കൂടുതൽ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ. അപ്പൊ ചില ആൾക്കാർ കുറച്ച് പേരൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇപ്പൊ ജാസ്മിനെ വിട്ടിട്ട് ഇനിയിപ്പോ രശ്മിനെയാണ് പിടിക്കാൻ പോകുന്നത്, ആ ഒരു കോംബോ വർക്ക്ഔട്ട് ആക്കാനാണ് നോക്കുന്നത്. അപ്പൊ അങ്ങനെ കേട്ടപ്പോ എന്താ തോന്നിയത്? ആ ഒരു കോംബോനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം? അങ്ങനെ ഒരു കോംബോ വർക്ക്ഔട്ട് ആവില്ലല്ലോ. അതെന്താ അങ്ങനെ തോന്നാൻ റസ്മിന്റെ ക്യാരക്ടർ അങ്ങനെയൊന്നും റസ്മി ഇതിലൊന്നും വരത്തില്ല. അങ്ങനെയൊന്നും സെൽഫ് കൺട്രോളുള്ള. പക്ഷെ നമുക്ക് കാണുമ്പോൾ എന്നാലും രശ്മിമായി മറ്റേ ബാക്കിയുള്ള കണ്ടന്റ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗബ്രിയുടെ അടുത്ത് കുറച്ചധികം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അതൊരു ഫ്രണ്ട് ആയിട്ടുള്ള രീതിയിലാണ് എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെയാണ്. ഫ്രണ്ട്ലി ആയാലും നല്ല ക്ലോസ് ആവും. എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെ. ബോയ്സ് ഗേൾസ് അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല. പക്ഷെ ഇവര് പറയുന്നത് രശ്മിൻ ഗബ്രി എന്നൊരു കോംബോ വരില്ല എന്നാണ്. അത് അവർക്ക് 100% ഉറപ്പാണ്. ഓക്കെ, അപ്പൊ അതില് അങ്ങനെ നോക്കുമ്പോ ഗബ്രിയുടെ ആയിട്ട് എന്തെങ്കിലും ഒരു ദേഷ്യം എന്തെങ്കിലും ഉണ്ടോ നിങ്ങക്ക്? അല്ല, ആ ഒരു പറച്ചിൽ കണ്ടപ്പോ ഇല്ല ഒരിക്കലും ഇല്ല. കാരണം റസ്മി തന്നെ ഇപ്പം ബിഗ് ബോസിൽ അവരുടെ അടുത്ത് അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടുപേരുടെ അടുത്ത്. ഇപ്പൊ ജാസ്മിന്റെ അടുത്താണെങ്കിലും ഗബ്രിന്റെ അടുത്താണെങ്കിലും ഒക്കെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഈ രശ്മിൻ അല്ലാണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആരായില്ലേ? എല്ലാവരും ഇല്ലല്ലോ, സർജറി ഒക്കെ ആയിട്ട് ഒരു വിപ്ലവം നടത്തുമായിരുന്നു, പക്ഷെ റോക്കി ഔട്ടായി പോയി. ഫാനായിരുന്നു ചേട്ടൻ അല്ലേ? സത്യം പറഞ്ഞു അങ്ങനെയില്ല. അല്ല, നമ്മളിപ്പം കുറച്ച് ഔട്ട്സ്റ്റാൻഡിംഗ് ആകാംക്ഷ തെറ്റുകയല്ല. റോക്കി കുറച്ച് ആകാംക്ഷ തന്നോണ്ടിരിക്കുവായിരുന്നു, പക്ഷെ പോയില് വിഷമമുണ്ട് അല്ലേ ശരിക്കും? രശ്മി ചേച്ചിയുടെ അതേ ഒരു സ്വഭാവമുള്ള ഒരാളെ ആരായിരിക്കും ആക്ച്വലി പറയാണെന്നുണ്ടെങ്കിൽ? അല്ലെങ്കിൽ രശ്മിനായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാള് ഇന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വഭാവം വൈസ് നോക്കുമ്പോൾ ഇപ്പൊ ജാസ്മിന് ഇപ്പം മീൻസ് ഏകദേശം ക്യാരക്ടർ വൈസ് വേറെ നിങ്ങൾ കോംബോ അങ്ങനെ ഒന്നും നോക്കണ്ട. അങ്ങനെയല്ല, ക്യാരക്ടർ വൈസ് എന്തുണ്ടെങ്കിലും തുറന്നടിച്ച് പറയാനാണെങ്കിലും എക്സ്പ്രസ് ചെയ്യാനാണെങ്കിലും അപ്പോൾ ഉള്ളത് അപ്പൊ തീർത്ത് റെഡിയാക്കും. എനിക്ക് തോന്നിയിട്ട് ജാസ്മിന്റെ ഒരു കോംബോ ആണ്. ജാസ്മിന്റെ ഒരു ഏകദേശം പോലെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നടന്ന് ഇവിടം വരെ എത്തിയിരിക്കുകയാണ്. അതെ, അപ്പൊ നേരെ നോക്കുമ്പോ തന്നെ ഒരു വീട്ടിലൂടെ അവസാനിച്ച വഴി. അതെ, ഇതാണ് അവസാനത്തെ വീട്. അത് ആരുടെ വീടാ? ഇത് ഞങ്ങളുടെ അങ്കിളുടെ വീടാണ്. അങ്കിളുടെ വീടാണ് അല്ലേ? ഇപ്പൊ ഇവിടെ ആരൊക്കെയുള്ളേ? ഇവിടെ അങ്കിളും വൈഫിന്റെ മോളും പിന്നെ ഗ്രാൻഡ് മദറും ഉള്ളത്. ഹലോ, ഇതാണ് നമ്മുടെ രശ്മിൻ ബായിന്റെ ഉമ്മ. എങ്ങനെ ഉണ്ട്? എന്താ എല്ലാരും പറയണ കണ്ടിട്ട്? നന്നായിട്ട് കളിക്കുന്നുണ്ട്. എന്താണ് മൊത്തത്തിൽ കളി കണ്ടിട്ടുള്ള ഒരു അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. ഏതായാലും ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു ഗെയിം തന്നെയാണ് അവൾ കളിച്ചോണ്ടിരിക്കുന്നത്. ഇന്നത്തെ തന്നെ ഗെയിം ഭയങ്കരമായിട്ട് എന്തോരം ബുദ്ധിമുട്ടിയിട്ടാണ് ആ ഗെയിം. അതെ, ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് അവിടെ. കാരണം അവളെ എന്ത് വിചാരിക്കുന്നു അത് സാധിച്ചെടുക്കും. അങ്ങനെയാണ്. അപ്പം ഇവിടെ നിന്ന് ഇപ്പൊ പോകുമ്പോഴായാലും നമ്മളൊരു കോമണർ എന്ന രീതിക്കാണ് പോകുന്നത് രശ്മിൻ. ഓക്കെ, അപ്പോ ആ ഒരു ഇതില് കുറെ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും ചിലപ്പോ പോയിണ്ടാവല്ലേ? എന്തെങ്കിലുമൊക്കെ ഉമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഉമ്മ എനിക്ക് ഇങ്ങനെ ആഗ്രഹങ്ങളുണ്ട്. അത് എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു? അവൾക്ക് അവളുടെ ആഗ്രഹം ഒരു വീട് വാങ്ങിക്കണമെന്നാണ്. വീട് വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അത് എറണാകുളത്ത്. അപ്പൊ ഇവിടെ ഉള്ളത് സ്വന്തം വീട് തന്നെയല്ലേ? സ്വന്തം വീട്. അപ്പൊ എറണാകുളത്ത് എവിടെ ടൗൺ ഏരിയ നോക്കിയിട്ട് ഒരു വീട്, ഒരു അടിപൊളി ഒരു
സെറ്റപ്പ് ഒരു വീട് വാങ്ങണമെന്ന് ആഗ്രഹം. ആഗ്രഹം എന്തായാലും നടക്കട്ടെ അല്ലേ? അത് ഞാൻ ഉമ്മയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മയുടെ പേരെന്താ? എൻ്റെ പേര് ഹസീന. ഹസീന. അകത്തിരിക്കാം. അപ്പോൾ എന്താണ് ശരിക്കും ഈ രശ്മിമാരി ഇതിന് പോണതിന് മുൻപേ ആക്ച്വലി എന്തായിരുന്നു ജോബ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എന്താ? കോളേജിൽ വർക്ക് ചെയ്യായിരുന്നു. ഓക്കെ, ടീച്ചറായിട്ടല്ലേ? അതാണ് എപ്പോഴും, അതെ, എപ്പോഴും പറയും എൻ്റെ പിള്ളേരുണ്ടോ എനിക്ക് വോട്ട് ചെയ്യാന്നുള്ളത് അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവിടുത്തെ കോളേജ് സ്റ്റുഡൻസ് വിളിക്കാറുണ്ടോ അങ്ങോട്ട്? 2-3 ഫ്രണ്ട്സ് ഉണ്ട്, അവര് വിളിക്കും, വിശേഷങ്ങൾ തിരക്കും. ഫ്രണ്ട്സ് ടീച്ചേഴ്സ് തന്നെ വിളിച്ച് വിശേഷങ്ങൾ പറയും അല്ലേ? ബെസ്റ്റ് ഫ്രണ്ടാണ് ഡോണ, അവള് വിശേഷങ്ങളൊക്കെ തിരക്കൊക്കെ ചെയ്യുന്നത്. അങ്ങനെ, അതെ. പിള്ളേരൊക്കെ വിളിച്ചിട്ട് ഇവിടുന്ന് പറഞ്ഞിട്ടാണോ പോയത് എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്നുള്ളത്? അതെ, ഇവര് എന്തായാലും 100% ഭയങ്കര കോൺഫിഡൻസിലാണ് നിക്കണേന്നാണ് എനിക്ക് സംസാരിക്കുമ്പോ തന്നെ മനസ്സിലാവുക. ചിരി കണ്ടാൽ തന്നെ പറഞ്ഞോളൂ അല്ലേ? അല്ലേ, 100 ദിവസം പോകുന്നുള്ളൊരു ഉറപ്പില്ലേ? പോണം. ഇത് എന്തൊരു ബുദ്ധിമുട്ട് പോലെ. ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ പറയാൻ പറ്റില്ലല്ലോ. അതെ. അപ്പം എന്താണ് ഇപ്പൊ മൊത്തത്തില് കാണുമ്പോ വീട്ടിലുള്ള അതേ ആള് തന്നെയാണോ ഹൗസിന്റെ ഉള്ളില്? സെയിം ആള് തന്നെയാണ് അവിടെ, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ ഇപ്പൊ അത് ആ ഒരു എപ്പിസോഡ് എന്തെങ്കിലും കാണുമ്പോ ഉമ്മയ്ക്ക് ഇവിടെ നിന്ന് കാണുമ്പോ എന്തെങ്കിലും അയ്യോ വിഷമം അങ്ങനെ എന്തെങ്കിലും തോന്നാറുണ്ടോ? അല്ല, ഇന്നലത്തെ കാര്യത്തിൽ ഭയങ്കര വിഷമമായി, എന്തോരം ബുദ്ധിമുട്ടുന്നുണ്ട്. 2 കാലോട്ട് 6:20 വരെയൊക്കെ ആയിട്ട് ആ ഗെയിം. പക്ഷെ അവള് വിചാരിച്ചു, അവള് തന്നെ പറഞ്ഞു ഞാൻ തന്നെ ജയിക്കും എന്നുള്ളത്. അഫ്സലോട് പറഞ്ഞു നിന്ന് ആയില്ലേ? ഓരോ ടോപ്പിക് കാര്യങ്ങളൊക്കെ അവർക്ക് ഇട്ട് കൊടുത്ത് മൈൻഡ് മാറ്റില്ലെന്ന് അഫ്സൽ പറയുന്നുണ്ട്. പക്ഷെ അവിടെ തന്നെ വിജയിച്ചു. അത് അപ്പൊ ലൈവ് ഇരുന്ന് കാണല്ലേ ഫുൾ ടൈം? എല്ലാവരും കാണും അവിടെ ലൈവ്? നിങ്ങൾ ലൈവ് കാണാം അല്ലേ? സ്കൂളൊന്നും പോയില്ലേ അപ്പൊ? എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ എത്രയല്ല പഠിക്കണേ? 4ല്. ഇതുവരെ കണ്ടേലേ, ഇപ്പൊ രശ്മിബായിനെ പറയരുത് കേട്ടാ, ഇതുവരെ കണ്ടേല് ഉമ്മയ്ക്ക് എനിക്ക് ആ ഒരു കണ്ടസ്റ്റന്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ എന്ന് പറയുകയാണെങ്കിൽ ഒരാളുടെ അത് ആരായിരിക്കും? ഞാൻ ഇവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു കേട്ടോ ഒരു ഉത്തരം. എനിക്ക് എന്താ പറയാ, അവളുടെ ആ നേച്ചർ വെച്ചിട്ട് ജാസ്മിനെ ഒരുപാട് ഇഷ്ടമായി. അതെന്ത് എന്താ ഇവര് താത്തയും പറഞ്ഞു അത് സെയിം ജാസ്മിൻ ആണ് ഒരു എനിക്കറിയില്ല. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. താത്ത പറഞ്ഞു റസ്മിന്റെ ഒരു ഏകദേശം ഒരു ഇതുപോലെയാണ്, സെയിം ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ടോ? അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? പക്ഷെ ഞങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ലല്ലോ അത്. പക്ഷേ അവളുടെ സ്വഭാവവും ജാസ്മിന്റെ സ്വഭാവം ഒരു ഏകദേശം ഒരേപോലെയാണ്, അധികം ഒന്നും പറയുന്നില്ല. ഓക്കെ, പക്ഷെ അതില് അങ്ങനെ ഇപ്പൊ ജാസ്മിൻ ആണ് ഇഷ്ടം എന്ന് പറഞ്ഞല്ലേ? പക്ഷെ ഏതെങ്കിലും ആളെ ആയിട്ട് ഇപ്പം രശ്മിൻ അധികം കമ്പനി ആവണ്ട എന്നങ്ങനെ ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇപ്പൊ ഭയങ്കരമായിട്ട് ഒരാള് ഭയങ്കരമായിട്ട് ചൂടാവുന്ന പോലെ തോന്നുന്നുണ്ട്? അത് രശ്മിൻ കുറെ അങ്ങനെ സഹിച്ച് കടിച്ചു പിടിച്ച് നിൽക്കണ പോലെ ഒക്കെ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട് അല്ലേ? ദേഷ്യം വരുമ്പോഴൊക്കെ എന്തെങ്കിലും ചെയ്യും, പക്ഷെ ആരോടൊന്നും പറയാൻ പറ്റാതെ അടിച്ചിങ്ങനെ ഇരിക്കും. വീട്ടിലായാലും അങ്ങനെ തന്നെയാണോ ചെയ്യാറ്? 2-3 ഇട്ടടിച്ച് ബെഡിലിട്ടോ അല്ല എന്തെങ്കിലും കുറച്ചേരം ഒച്ച ഉണ്ടാക്കിയോ അങ്ങനെയൊക്കെ ഉള്ള തീർന്നു. പിന്നെ അത് തന്നെയാണ് സെയിം അവിടെയും ആവണല്ലേ? ഓ, അത് ഞാൻ മെയിനായിട്ട് ചോദിക്കാൻ വന്നത് അങ്ങനെ തന്നെയാണോ ശരിക്കും? അങ്ങനെ ജിൻഡുവിനായിട്ട് കിടന്ന് വെള്ളം വെച്ചിട്ട് ബാത്റൂമിൽ കയറി 2 വെച്ചിട്ട്. ശരി, അപ്പൊ വീട്ടിലായാലും 2 ഒച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം ശരിയാണെന്നാണ്. ഓക്കെ, ഇപ്പൊ ഉമ്മ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണോ? എന്താ ചെയ്യുന്നേ? ഞാൻ കട വന്നിട്ട് വേണം, ഷോപ്പ് അടുത്ത് വേണം, എറണാകുളത്ത്. എവിടെ? ജ്യൂസ് ആൻഡ് ബേക്കിംഗ്. ഇവിടെ അടുത്തായിട്ട് ഉപ്പയോ? രശ്മിന്റെ ഉപ്പ പലർക്ക. അപ്പം എല്ലാവരും ഒരു ബിസിനസ് ഇതിലോട്ടാണ്. അതെ, അതാണ് മോനെന്ന് വരുത്തുന്നത്. ആക്ച്വലി അവർക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടാ, ഇല്ലേ? പക്ഷെ വർക്കിൽ വിട്ടുപോയി, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പം ഈ രശ്മിന് ഭയങ്കര ബൈക്ക് ക്രേസ് ഉള്ള ഒരാളല്ലേ? റൈഡ്. അപ്പൊ എങ്ങോട്ടൊക്കെ ഇപ്പം ഫുൾ ടൈം എന്താ പറയാ വീട്ടിലുണ്ടാവാറുണ്ടോ? മിക്ക സമയത്തും മിക്കവാറും ഉണ്ടാവില്ല അല്ലേ? എപ്പോഴും കറങ്ങി നടക്കും. എവിടേക്കൊക്കെ മെയിൻ ആയിട്ട് പോവാ? വർക്കുള്ള സമയത്ത് വർക്കിന് പോകും, അതിന് പിന്നെ ആരെങ്കിലും ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു ആൺകുട്ടി പോലത്തെ ഒരു പെൺപിള്ളേരാണ്. തീയിൽ കുരുത്ത കൊച്ചാണ് എൻ്റെ ഇത്. ഓക്കെ, അപ്പൊ എന്തായാലും തീയിൽ കുരുത്ത കൊച്ചാണ് എൻ്റെ രശ്മിൻ എന്നാണ് ഉമ്മ പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പം എന്തായാലും 100 ദിവസം പൂർണ്ണം ഉമ്മയ്ക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട്, വിശ്വാസമുണ്ട്, ഒരു ഉറപ്പുണ്ട് അല്ലേ? ഓക്കെ, അതെന്തായാലും അതേപോലെ തന്നെ ആവട്ടെ.
നമുക്ക് ഞാൻ ഇടയിൽ കാണാറുണ്ട് കേട്ടാ. ഇവരൊക്കെ പറയും രശ്മിനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. രശ്മി ഫാൻസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം. നിങ്ങൾ വോട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം രശ്മിക്ക്. അതെ, സപ്പോർട്ട് ചെയ്യണം. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഇനി യാത്രയില്ലാന്ന് വിടരുതേ. ഓക്കെ, ബൈ 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 ബൈ. താങ്ക് യു. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി.